ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് NTPC എക്സാം, പ്രത്യേകിച്ച് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ പലരും നമ്മുടെ ചാറ്റ് റൂമിലായിട്ടും പലരും നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, ഞാൻ സെക്കൻഡ് ടയറിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു, കട്ട് ഓഫ് എത്രയായിരിക്കും, എക്സാം എന്ന് നടക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഇൻസൈറ്റ്സ് തരുന്നതിന് വേണ്ടി, അവർക്ക് കുറച്ച് റിയാലിറ്റി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനെ പറ്റിയിട്ടാണ്. അവരുടെ കട്ട് ഓഫ് റിസൾട്ട് CBT2 എക്സാം, ടയർ 2 എക്സാം എന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ഈ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒഴിവെന്ന് പറയുന്നത് 3445 ഒഴിവുകൾ മാത്രം ഇന്ത്യയിലുള്ള ഒരു പരീക്ഷയാണെന്ന് പറയുന്നത്. അതിൽ തന്നെ B2 കാറ്റഗറി ആയിട്ടുള്ള ലെവൽ 3 പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണ് 2022 ഒഴിവുകൾ ഉള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എത്ര ആളുകളെയാണ് CBT2 എക്സാമിന് RRB എടുക്കുന്നത്? CBT2 എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ്. അത് കമ്മ്യൂണിറ്റി വൈസ്, അതായത് ഇപ്പോൾ ഈ പറയുന്ന 2022 എത്ര ജനറൽ സീറ്റ് ഉണ്ടോ അതിൻ്റെ 15 ഇരട്ടി ആളുകളായിരിക്കും CBT2 വേണ്ടി ക്വാളിഫൈ ആവുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഓരോ കമ്മ്യൂണിറ്റിയുടെയും 15 ഇരട്ടി വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെ വിധം എന്ത് ചെയ്യും, ടയർ 2 അവർ ക്വാളിഫൈ ചെയ്യിക്കും. ഓക്കെ, ഇതാണ് റിയാലിറ്റി. ടൈപ്പിംഗ് ടെസ്റ്റിനെ പറ്റി ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് നമുക്ക് CBT2 പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം. ഇനി ഇതാണ് അതിൻ്റെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ ഫോർ ഓൾ ടെസ്റ്റ് ആയിട്ടാണ് നമുക്ക്, കോമൺ ഫോർ ഓൾ പോസ്റ്റ് ആയിട്ടാണ് CBT1 കണ്ടക്ട് ചെയ്തത്. CBT2 അപ്രകാരം തന്നെയായിരിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT2 ഈ പറഞ്ഞ പോലെ ഒരു കോമൺ ടെസ്റ്റ് ആയിരിക്കും. ലെവൽ 3ക്ക് വേറെ എക്സാമോ ലെവൽ 2 വേറെ എക്സാമോ ഉണ്ടായിരിക്കില്ല. പക്ഷേ കട്ട് ഓഫ് ലെവൽ 3ക്ക് ഒരു കട്ട് ഓഫും ലെവൽ 2 ഒരു കട്ട് ഓഫും ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോസ്റ്റുകൾക്ക് കൂടെ, ഇത് 3 ലെവൽ 2 പോസ്റ്റ് അല്ലേ, ഇതിന് ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. റിസൾട്ട് വരുമ്പോൾ CBT1 കട്ട് ഓഫിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് മറ്റൊരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. CBT1 കട്ട് ഓഫ് ലെവൽ 3ക്ക് മറ്റൊരു കട്ട് ഓഫും ആയിരിക്കും. ഈ രീതിയിലായിരിക്കും റിസൾട്ട് നിങ്ങളുടെ വരാനായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കുക. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ ടോട്ടൽ വേക്കൻസി നമ്മളിപ്പുറത്ത് കണ്ടതാണ് 2022. അപ്പോൾ അതിൻ്റെ 15 ഇരട്ടി ആൾക്കാരെ, 30,330 പേരെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാമിനേഷൻ CBT1 ക്വാളിഫൈ ചെയ്ത് CBT2 വേണ്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതിൽ 5415 വരെ സെലക്ട് ചെയ്യും. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 14,850 വരെ സെലക്ട് ചെയ്യും. ട്രെയിൻസ് ക്ലർക്കിൽ 1080 വരെ സെലക്ട് ചെയ്യും. കാരണം ഒഴിവ് വളരെ കുറവാണ്, 72 ഒഴിവേ ഉള്ളൂ. അതിൻ്റെ 15 ഇരട്ടി ആളുകൾ എടുക്കും. അങ്ങനെ ഓൾ ടുഗെദർ ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ വിവിധ RRBകളിലായിട്ട്, RRB ട്രിവാൻഡ്രം പ്ലസ് RRB ചെന്നൈ പ്ലസ് RRB ബാംഗ്ലൂർ പ്ലസ് RRB മുംബൈ, അങ്ങനെ 21 RRBകളുടെയും ടോട്ടൽ ലിസ്റ്റിനകത്ത് 51,675 പേരായിരിക്കും CBT1 ക്വാളിഫൈ ചെയ്യുക. 51,675 പേര് മാത്രമാണ് CBT1 കടക്കുകയുള്ളൂ. എത്ര പേര് എക്സാം അപ്ലൈ ചെയ്തു അല്ലേ? 60 ലക്ഷത്തിൽ പരം ആളുകൾ അപ്ലൈ ചെയ്ത എക്സാം ആണ് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയുന്നത്. 60 ലക്ഷം അല്ലേ? 60 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്തതിൽ 51,000 പേര് മാത്രമാണ് സെക്കൻഡ് ടയറിലേക്ക് കടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 60 ലക്ഷത്തിൽ നിന്ന് 51,000 പേര്. ഇനി 60 ലക്ഷം പേരും എക്സാം എഴുതിക്കൊള്ളണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു 30 ലക്ഷം പേര് എക്സാം എഴുതിയിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷത്തിൽ നിന്നും 51,000 പേരായിരിക്കും എക്സാമിന് കടക്കുക. എന്ന് പറഞ്ഞാൽ 2% തികച്ചില്ല എന്നർത്ഥം. എക്സാം എഴുതിയതിൽ 100-ൽ 2 പേര് മാത്രമാണ് CBT1 ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് RRB ചെന്നൈയുടെ അവസ്ഥയാണ്. RRB ചെന്നൈയിൽ എത്ര പേര് ക്വാളിഫൈ ആവും? അല്ലെങ്കിൽ RRB ചെന്നൈയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ആ ലിസ്റ്റിനകത്ത് എത്ര പേര് കാണും? 2,910 പേരാണ് ആ ലിസ്റ്റിനകത്ത് കാണുക. അതിൽ EWSകാർ 240 പേരുണ്ടാവും, OBCക്കാർ 465 പേരുണ്ടാവും, STക്കാർ 315 പേരുണ്ടാവും, SCക്കാർ 405 പേരുണ്ടാവും, UR 1,485 പേരുണ്ടാവും. ഇതിൽ തന്നെ ലെവൽ 3യുടെ ×15 ആയിരിക്കും, 39 × 15 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഓരോ പോസ്റ്റിനും ×15 വെച്ചിട്ട് നമുക്ക് കണക്കൂട്ടിയെടുക്കാം. അപ്പോൾ അതിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും നിങ്ങൾക്ക് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ പോസ്റ്റിന് കിട്ടുന്ന ആളുകളുടെ എണ്ണവും കിട്ടും. അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 2,910 പേര് മാത്രമാണ് ചെന്നൈ RRBയിൽ എന്നുണ്ടായിരിക്കുള്ളൂ, ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. അതിൽ തന്നെ 2,910 പേരിൽ 585 പേര് ലെവൽ 3 എക്സാമിൻ്റെ ലിസ്റ്റിനും
2320 പേര് ലെവൽ 2 എക്സാമിൻ്റെ ലിസ്റ്റിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലെവൽ 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 3 പോസ്റ്റ് വരും. ട്രെയിൻസ് ക്ലർക്ക് വരും, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരും, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരും. അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി RRB മുംബൈ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 10485 പേരുടെ ലിസ്റ്റ് ആയിരിക്കും. വേക്കൻസി കൂടുതലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ വേക്കൻസി ഉള്ളത് ഏതിനാണ്? 10485-ൽ 7000 ചില വേക്കൻസിയും ഈ പറയുന്ന ലെവൽ 3-ക്കാണ്. ആൻഡ് 3000 ചില വേക്കൻസിയാണ് എവിടെ ഉള്ളത്? ലെവൽ 2-നുള്ളത്. വേക്കൻസി അല്ല, ആളുകൾ. അതായത് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 699 ഉള്ളൂ. അതിൻ്റെ 15 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10485 പേരുടെ ലിസ്റ്റ് ആയിരിക്കും എടുക്കുക. ഈ 10485 പേരിൽ 7455 പേരും ലെവൽ 3 എക്സാം ക്വാളിഫൈ ചെയ്തവരും 3030 പേര് ലെവൽ 2 എക്സാം ക്വാളിഫൈ ചെയ്തവരും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 585 പേരായിരിക്കും ലെവൽ 3 ഉണ്ടാവുക. ആകെ 2910 പേരെ കടക്കുകയുള്ളൂ ചെന്നൈയിൽ. അതിൽ 585 പേരെ ലെവൽ 3-ൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ലെവൽ 3-യുടെ കട്ട് ഓഫ് ചെന്നൈയിൽ കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. കാരണം ഇത്ര പേരെ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. 2320 പേര് ലെവൽ 2-ൽ ഉണ്ടാവും. അപ്പോൾ ലെവൽ 2-ൻ്റെ കട്ട് ഓഫ് കമ്പയർഡ് ടു ലെവൽ 3 എന്തായിരിക്കും? കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. മുംബൈയിലെ അവസ്ഥ എന്താ? മുംബൈയിൽ 7455 പേരും ലെവൽ 3 ആണ്. 3030 പേരെ ലെവൽ 2-ലുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ലെവൽ 2-ൻ്റെ കട്ട് ഓഫ് കൂടുതലും ലെവൽ 3-യുടെ കട്ട് ഓഫ് കുറവായിരിക്കാനാണ് സാധ്യത. എവിടെ? മുംബൈയിൽ. ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രത്ത് ആകെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 1680 പേരെയാണ്. 1680 പേരെ ട്രിവാൻഡ്രത്ത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതിൽ തന്നെ 1530 പേരും ഏത് പോസ്റ്റിലാണ്? ലെവൽ 3 പോസ്റ്റിലാണ്. അപ്പോൾ ലെവൽ 3 പോസ്റ്റിൻ്റെ കട്ട് ഓഫ് ട്രിവാൻഡ്രത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് കമ്പയർഡ് ടു ലെവൽ 2. കാരണം ലെവൽ 2-ൽ 150 പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ ലെവൽ 2-ൽ 150 പേരെ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ലെവൽ 2-ൻ്റെ കട്ട് ഓഫ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഞാൻ 3 RRB എടുത്തിട്ടുള്ളൂ. കാരണം സെക്കന്ദരാബാദിലും ബാംഗ്ലൂരിലും ഇത്ര പോലും ഒഴിവില്ല. ഇപ്പോൾ ഇവിടെ 112 ഒഴിവാണ് ടോട്ടൽ ട്രിവാൻഡ്രത്തുള്ളത്. സെക്കന്ദരാബാദിലും ബാംഗ്ലൂരിലും 60-70 ഒഴിവാണ് ഉണ്ടായിരുന്നത്. ഞാനത് ഓൾറെഡി NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നമ്മുടെ പോസ്റ്റ് അനാലിസിസിലും സോൺ അനാലിസിസിലും നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞതാണ്. നിങ്ങൾ സോണും പോസ്റ്റും സെലക്ട് ചെയ്യുമ്പോൾ RRB സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ലെവൽ 3 പോസ്റ്റാണ് എവിടെയുള്ളത്? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എവിടെയുള്ളത്? ട്രിവാൻഡ്രത്തുള്ളത്. ലെവൽ 3 പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? അതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണ്. ട്രെയിൻസ് ക്ലർക്ക് ലെവൽ 2 പോസ്റ്റാണ്. ലെവൽ 2 പോസ്റ്റിന് എത്ര ഒഴിവാണ് ആകെയുള്ളത്? ഒറ്റ ഒഴിവേ ഉള്ളൂ. അത് ഈ ട്രെയിൻസ് ക്ലർക്കിൻ്റെ പ്രശ്നം എന്താ? ട്രെയിൻസ് ക്ലർക്കിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അല്ലേ? A3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. ഇത് B2 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ B2-ഉം A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലുള്ള പോസ്റ്റുകളാണ് ഏത്? ലെവൽ 3-ലെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് എന്താണ്? C2 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഉള്ളത്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ സോൺ അനാലിസിസിൻ്റെയും പോസ്റ്റ് അനാലിസിസിൻ്റെയും ഒക്കെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി. ഇത്ര ആളുകളെ ലിസ്റ്റിനകത്ത് വരാനുള്ള സാധ്യതയുള്ളൂ. 15 ഇരട്ടി ആളുകളെ എടുക്കുകയുള്ളൂ എന്ന് RRB നോട്ടിഫിക്കേഷനകത്ത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് കമ്മ്യൂണിറ്റി വൈസ് ഓരോ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഓരോ പോസ്റ്റിലുള്ള കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയുടെ ഇരട്ടി ആളുകളെ എടുത്തിട്ടായിരിക്കും ലിസ്റ്റ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ 38x15 പ്ലസ് 16x15 പ്ലസ് 14x15 പ്ലസ് 23x15 പ്ലസ് 11x15. ആ 15-നെ മൊത്തത്തിൽ പുറത്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 102x15 ഇട്ടാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലെവൽ 3-ലുള്ള ലിസ്റ്റിൽ ടോട്ടൽ എണ്ണം കിട്ടും. ഞാൻ അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് 1680 ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ആളുകളെയാണ് എടുക്കാനായിട്ടുള്ള സാധ്യത. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. എന്താണ് ചോദ്യം? എത്ര മാർക്ക് കട്ട് ഓഫ് വരും അല്ലേ? അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് പേരെങ്കിലും നമ്മുടെ റാങ്ക് ഗുരുജി അങ്ങനെയുള്ള കുറച്ച് സൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വെബ് പേജുകളൊക്കെ കണ്ടു കാണും. നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് അതിനകത്തേക്ക് കോപ്പി ചെയ്യുക. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സോൺ ഏതാണ് അല്ലെങ്കിൽ RRB ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കിട്ടും. അതിൽ ഈ പറഞ്ഞ പോലെ ആ ലിസ്റ്റ് കൊടുത്തിട്ടുള്ള ആളുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 1,00,000 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു വെബ് പേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുട്ടികൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്. ഏകദേശം ഒരു 70 മുതൽ 80 വരെയാണ് കുട്ടികളുടെ ഒരു ആവറേജ് മാർക്ക് നിന്ന് കാണുന്നത്. റോ സ്കോറിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 70 തൊട്ട് 80 മാർക്ക് വരെ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ അത്യാവശ്യം ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് 70-കളിലും 80-കളിലും ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം പോലെയുള്ള ഒരു RRBയിൽ ലെവൽ 2 പോസ്റ്റിന് 180 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒബ്വിയസ്ലി കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഈ 150 പേരെ എടുക്കുമ്പോൾ ചിലപ്പോൾ ട്രിവാൻഡ്രത്തെ ആളുകൾ ഇത്രയും ഒഴിവല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ്
താഴാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആൻഡ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 70 മുതൽ 80 മുകളിൽ മാർക്കുള്ള കുട്ടികൾ ആവറേജ് ഈ പറഞ്ഞ റാങ്ക് ഗുരുജി പോലുള്ള എല്ലാ വെബ് പേജിലും 1.25 ലക്ഷത്തോളം ആളുകൾ അവരുടെ ഈ പറഞ്ഞ റെസ്പോൺസ് ഷീറ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത്രയും മാർക്കുള്ള കുട്ടികൾ ധാരാളമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കട്ട് ഓഫ് നമുക്ക് 70 തൊട്ട് 80 വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഒന്ന് നെഗറ്റീവ് അടിക്കും. അയ്യോ എനിക്ക് അത്രയില്ലല്ലോ, എനിക്ക് 50 ഉള്ളൂ 60 ഉള്ളൂ എന്നൊരു നെഗറ്റീവ് നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്ര മാർക്കുള്ളവർ പഠിക്കണം എന്നുള്ളതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. ഒരു 12 മുതൽ 13 മാർക്ക് വരെയൊക്കെ ഓൺ ആൻ ആവറേജ് നോർമലൈസേഷനിൽ മാർക്ക് ചേഞ്ച് ചെയ്ത ചരിത്രമുണ്ട്. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല. നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ്, പല കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 71 മാർക്കുണ്ട് 74 മാർക്കുണ്ട് ഞാൻ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് എളുപ്പമുള്ളതാണോ, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് ബുദ്ധിമുട്ടുള്ളതാണോ എന്നറിയാതെ, ആ ഷിഫ്റ്റിൽ എത്ര പേര് എഴുതി എന്നുള്ളത് അറിയാതെ നമുക്കൊരിക്കലും നിങ്ങളുടെ മാർക്ക് സേഫ് ആണെന്നോ സേഫ് അല്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയത് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ 71 എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ബിലോ ആവറേജ് സ്കോർ ആയിരിക്കാം. നിങ്ങൾ എഴുതിയത് ബുദ്ധിമുട്ടുള്ള ഒരു സ്കോർ എക്സാം ആണെന്നുണ്ടെങ്കിൽ, ഒരു ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 71 മാർക്ക് എന്ന് പറയുന്നത് ഗംഭീര സ്കോർ ആയിരിക്കാം. നോർമലൈസ് ചെയ്യുമ്പോൾ 11 മുതൽ 12, 13 മാർക്ക് വരെ നിങ്ങളുടെ മാർക്ക് കൂടാനും നിങ്ങളുടെ മാർക്ക് 80s എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ കട്ട് ഓഫ് പറഞ്ഞത് റോ സ്കോർ വെച്ചിട്ട് 70 മുതൽ 80 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ 70-നും 80-നും മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ലിസ്റ്റിനകത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു 70 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12 മാർക്ക് വരെ നോർമലൈസേഷൻ നിങ്ങൾ 12 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 58 മാർക്ക് മുതൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് 12 മുതൽ 13 മാർക്ക് വരെ നിങ്ങളുടെ നോർമലൈസേഷൻ നിങ്ങളുടെ മാർക്ക് കൂടാം, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു 58, 50, 60 മാർക്ക് 62 മാർക്കൊക്കെ ഉള്ള കുട്ടികളുടെ മാർക്ക് വേണമെങ്കിൽ 70കളിലേക്കോ 75ലേക്കൊക്കെ എത്താം. കട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ ഒരു 70-നും 80-നും ഇടയിൽ അല്ലെങ്കിൽ ഒരു 75 തൊട്ട് 85-ൻ്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു 60+, ഒരു 55+ ഉള്ള കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് കൂടാം, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 12, 13, 15 മാർക്ക് വരെയൊക്കെ നോർമലൈസേഷൻ വരും. SSCയുടെ അത്രയും നോർമലൈസേഷൻ ഇവിടെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി 13 മാർക്കൊക്കെ നോർമലൈസേഷനിൽ മാറ്റം വന്നിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു 55+ ഉള്ള കുട്ടികൾ പഠിച്ചു തുടങ്ങുക, കടക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു 60-ന് മുകളിലുള്ളവർ എന്തായാലും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 55+ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതാണ് കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എത്ര മാർക്കുള്ളവർ തൊട്ട് പഠിച്ചു തുടങ്ങണം എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കാണും. റിസൾട്ട് എന്ന് വരും എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. റിസൾട്ടിൻ്റെ കേസിൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ടാണ്. ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരാം. കാരണം അതിന് ഇനി വേറെ ഒന്നും ബാക്കിയില്ല, അല്ല? എൻ്റെ റെസ്പോൺസ് ഷീറ്റ് കിട്ടി, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡേറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് ഷീറ്റ് അപ്പ് ചെയ്യുന്നതും അതിൻ്റെ കേസും കോപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, അല്ലേ? അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ട് വരാം. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള സമയമാണ്. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അവർ ഡിലേ ആക്കുന്നത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാനും ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സെക്കൻഡ് ടയർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT 2-ഉം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT 2-ഉം വേണമെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വെച്ചിട്ട് തന്നെ NTPC എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനും പറ്റും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും RRB ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ട് ലേറ്റ് ആക്കുന്നത്. എനിവേ ഗ്രാജുവേറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ റിസൾട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ പോലെ വിത്തിൻ ഡേയ്സ്, ഏതാനും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കേസ് പറയുന്നുണ്ടായിരുന്നു, അത് വീണ്ടും കേസ് സ്റ്റേക്ക് പോയിരിക്കുന്നതാണ് നമ്മൾ പറയാനായിട്ട് സാധിച്ചത്. ഞാൻ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗ്രൂപ്പ് ഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് 2025 ലോക്കോ പൈലറ്റ് എക്സാമും ടെക്നീഷ്യൻ എക്സാമും അതുപോലെ തന്നെ മറ്റു എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ടയർ 2 എക്സാം അവരധികം ലേറ്റ് ആക്കാനുള്ള സാധ്യതയില്ല. ഈ വർഷം തന്നെ പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏത് നിമിഷവും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുക. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കേസിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള സമയം ആയതുകൊണ്ട് ആ പ്രോസസ്സ് കൂടെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കുക. CBT 2 എക്സാം എന്നുണ്ടാകും എന്നുള്ളതിന് റിസൾട്ട് വന്ന് ഒരു മാസത്തിനുള്ളിൽ പരീക്ഷ നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. റിസൾട്ട് വന്നാൽ വേറെ ഡിലേ ആവശ്യമൊന്നുമില്ല, അവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം,
പരീക്ഷ നടത്താം. 1 മാസം കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ CBT 2-ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സമയം കളയാതിരിക്കുക. റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ടൈം പോവും. എത്ര മാർക്കുള്ളവർ പഠിച്ചു തുടങ്ങണം, എത്ര കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യണം, ഇതൊക്കെ ഒരു ആവറേജ് റേഞ്ചാണ്. ഇതിനകത്തൊന്നും എൻ്റെ വാക്കോ മറ്റാരെങ്കിലും പറയുന്ന വാക്കോ അന്തിമമല്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഏതാനും ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിക്കുകയാണെന്ന് തോന്നുന്നു. എത്ര പേരെ എടുക്കും എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ കിട്ടി കാണും അല്ലേ? അതുപോലെ തന്നെ റാങ്ക് ഗുരുജി പോലെയുള്ള സൈറ്റുകളിൽ മിക്കവാറും അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അവരുടെ റെസ്പോൺസ് ഷീറ്റ് അതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിന്നും കിട്ടിയതിൽ നിന്നും നമുക്കറിയാവുന്നതാണ് 70-80 മാർക്കുള്ള കുട്ടികൾ, ആവറേജ് മാർക്കുള്ളവർ ധാരാളമുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ചിലപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വരാം. അത് റോ സ്കോർ വെച്ചിട്ടാണ്. അപ്പോൾ 50-60 മാർക്കുള്ള കുട്ടികളോ, നോർമലൈസേഷൻ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 12-13 മാർക്ക് വരെ നിങ്ങൾക്ക് നോർമലൈസേഷൻ കിട്ടാം. അതുകൊണ്ടാണ് ഒരു 55 അതുപോലെ തന്നെ 60 മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങണം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി 60 മാർക്ക് കിട്ടിയിട്ട് സാറ് പറഞ്ഞല്ലോ അന്ന് കടക്കും, റിസൾട്ട് വന്നപ്പോൾ ഞാൻ കടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് കയറരുത്. ഇതെല്ലാം ഫാക്റ്റുകളാണ്. നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലാണ് നിങ്ങൾക്ക് ഇത്രയും നോർമലൈസേഷൻ കിട്ടുക. എളുപ്പമുള്ള ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും നോർമലൈസേഷൻ കിട്ടണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും ഷിഫ്റ്റുകൾ നടത്തിയിട്ടുള്ള പരീക്ഷയല്ലേ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇന്ന ഷിഫ്റ്റിൽ ഇത്ര മാർക്ക് നോർമലൈസേഷൻ കിട്ടുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് RRBയുടെ കൈവശം മാത്രമുള്ളൊരു ഡാറ്റയാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് വിശ്വസിക്കരുത്. ഒരു റഫ്ലി നിങ്ങളെ എന്ത് ചെയ്യണം, ഈ ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു പഠനത്തിൻ്റെ ഒരു പാതയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻസൈറ്റ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കോഴ്സുകളാണ്. NTPC Tier 2 കോഴ്സ് ജോയിൻ ചെയ്യണ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലോങ് ടൈം ബാച്ചസ്, ഇനി വരാനിരിക്കുന്ന NTPC പരീക്ഷകൾക്ക്, ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോങ് ടൈം ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്ഷൻ കൺട്രോളറിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ 2 ആഴ്ച മുന്നേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ടെന്നുള്ളത്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സുവർണ അവസരമാണ്. ഇതിനകത്ത് മാത്സ് റീസണിങ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് എക്സ്ട്രാ സിലബസ് അവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ മാത്സിൽ റീസണിങ്ങിലും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണിത്. GK ഇല്ല, സയൻസ് ഇല്ല, കറണ്ട് അഫയേഴ്സ് ഇല്ല. താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, സ്കോർ റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മളൊരു ചെറിയൊരു കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഏകദേശം ഒരു 1000-ത്തോളം കുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന റിവിഷൻ സീരീസ്, ഓൾറെഡി നമ്മളൊരു റിവിഷൻ എക്സ്പ്രസ് സീരീസ് എല്ലാ എക്സാംസിനെയും റെയിൽവേയിൽ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരു റിവിഷൻ എക്സ്പ്രസ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ, ഈ സീരീസിൽ നമ്മളൊരു വീക്ക്ലി ഷെഡ്യൂളും ഡെയിലി പ്ലാനും വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് റിവിഷൻ ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ PDF നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് വീക്ക്ലി ക്യൂസസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ഇരിക്കുക. എക്സാം എന്നായിരിക്കും, കട്ട് ഓഫ് എത്രയായിരിക്കും, എൻ്റെ മാർക്ക് കുറഞ്ഞു പോയോ തുടങ്ങിയ ഡൗട്ടുകളുടെ പുറകെ പോവാതിരിക്കുക. പഠിക്കാനിരിക്കുക. നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനൊന്നും നിങ്ങളുടെ മുന്നിലില്ല. ഈ എക്സാം കടന്നാലും കടന്നില്ലെങ്കിലും പഠിച്ചേ പറ്റൂ. പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിലോ മറ്റേതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിലോ ജോലി കിട്ടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് പലരും പറയും, ഇപ്പോൾ നമ്മൾ തന്നെ സെക്ഷൻ കൺട്രോളറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് പേരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കാണാനുണ്ട്, ഇത് പട്ടിപ്പണിയാണ്, പണിയെടുത്ത് ചാവും, അങ്ങനെയൊക്കെ നമ്മൾ കമൻറ്റ്സ് കാണാനുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും ആദ്യം കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത് ജോലിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകളെ ഫോളോ ചെയ്യാതിരിക്കുക, ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നതിൻ്റെ പുറകെ പോവാതിരിക്കുക. ജോലി വേണ്ടത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ ആവശ്യമാണ് ജോലി വേണം അല്ലെങ്കിൽ ജോലി നേടണം എന്നുള്ളത് അല്ലേ. അപ്പോൾ പഠിക്കുകയല്ല എന്നുള്ളത് വേറെ എന്താ ഓപ്ഷനാണുള്ളത്? കേസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പുറകെ പോയി അൺനെസസറി ആയിട്ട് നമ്മുടെ സമയം കളയാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഉള്ള സമയം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു പർപ്പസ് മാത്രം മതി. അല്ലാതെയുള്ള യാതൊരു വിധത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലേക്കും നിങ്ങളെ മനസ്സിനെ നിങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അൺനെസസറി ആയിട്ട് തലച്ചോറിൻ്റെ സമയം കളയാതിരിക്കുക. ഇതിന് വേണ്ടത് സമാധാനമാണ്. അപ്പോൾ സമാധാനമായിട്ട് നിങ്ങളിരുന്ന് പഠിക്കുക. ഇനി ഈ എക്സാമിനകത്ത് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 70-80 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെത്രമാത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും, അവരെത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ബുദ്ധിമുട്ടുള്ള എക്സാം ആയിട്ട് കൂടി അവരത്രയും മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോമ്പറ്റീഷൻ കൂടുതലാണ്, അത്രയും കുട്ടികൾ ആത്മാർത്ഥമായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്.
അവിടെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി സമയം കളയാതിരിക്കുക. ഇത് മാത്രമാണ് എനിക്ക് എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.